ഗുഡ് മോർണിംഗ്. വീഡിയോയിൽ വരാൻ കഴിയുന്നവർ മാക്സിമം വീഡിയോയിൽ വരാം കേട്ടോ. ഓക്കെ. നല്ലൊരു മെഡിറ്റേഷൻ കഴിഞ്ഞ് അല്ലെ, ഫോർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ആയിരുന്നു. ഓക്കെ, എല്ലാവരും റിലാക്സ്ഡ് ആണ്, കാം ആണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഓക്കെ. ഹാപ്പി മോർണിംഗ് അനിത മാം. അപ്പോ നിങ്ങൾ വീഡിയോയിൽ വരാൻ കഴിയുന്നവരാണെങ്കിൽ വീഡിയോയിൽ വരാം കേട്ടോ. കാരണം നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ക്ലാസ്സിന് വേണ്ടിയിട്ടൊക്കെ മാറ്റി വെക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട്, നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്കത് ഇപ്പോൾ പോയിന്റ്സ് ഒക്കെ എഴുതിയെടുക്കാം. ഈ ക്ലാസ്സുകളിൽ പറയുന്ന പോയിന്റ്സ് എഴുതിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അത് ഒന്ന് റിവൈസ് ചെയ്യാനും ഒന്ന് മനസ്സിലേക്ക് വീണ്ടും അല്ലേ, നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കാര്യങ്ങൾ എത്തുന്നപ്പോഴാണ്, ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുക കാണുകയൊക്കെ ചെയ്യുമ്പോഴാണ് അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് നോട്ട്സ് ഒക്കെ ഒന്ന് എഴുതാനായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ. ഇനിയിപ്പോൾ കിച്ചണിൽ തിരക്കുള്ളവരൊക്കെ ഉണ്ടാവും, ഇറ്റ്സ് ഓക്കെ, അവർ ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. മോർണിംഗ് ടൈം ആണല്ലോ. അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ വെൽക്കം ചെയ്യുന്നു. വാം വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് താങ്ക്സ് ഫോർ ജോയിനിങ്. അപ്പോൾ എന്നെ ഏകദേശം എല്ലാവർക്കും മീൻസ് നമ്മുടെ കോഴ്സിലുള്ളവരാ ഞാനിപ്പോൾ കാണുന്നത് ജോസഫ് സർ, സജ്ജാന, സമീറ, അവർക്ക് എല്ലാവർക്കും എന്നെ അറിയായിരിക്കുമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഹാജിറ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഇന്നത്തെ ടോപ്പിക് എന്തായിരുന്നു? റെഡിയല്ലേ എല്ലാവരും? ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ, എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ. ആരും റെഡി? റെഡി ആണെങ്കിൽ എന്നൊന്ന് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ഒന്ന് ആക്റ്റീവ് ആകുന്നതിന് വേണ്ടിയിട്ടാണ്. മെഡിറ്റേഷനിലൊക്കെ ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടൊന്നുമില്ല എല്ലാവരും. ഓക്കെ, എല്ലാവരും റെഡിയാണ്, എല്ലാവരും ആക്റ്റീവാണ്, എല്ലാവരും എനർജറ്റിക് ആണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ ഫൊർഗീവ്നെസ് എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് വ്യക്തികളായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നവരാണ്. ഡെയിലി ലൈഫിൽ ഒരുപാട് വ്യക്തികളായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ് അല്ലേ. അപ്പോൾ ഇപ്പം ചെറുപ്പം തൊട്ട് നമ്മൾ ജനനം മുതൽ ഈ ഒരു നിമിഷം വരെ ഒരുപാട് വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് നമ്മൾ. ഈ ബന്ധപ്പെട്ട് നിൽക്കുന്നവരിൽ പല സമയത്തും നമുക്ക് എന്താണ്, അറിഞ്ഞറിയാതെയൊക്കെ എന്താണ്, വേദനയിലൂടെ കടന്നു പോവേണ്ടി വരാറുണ്ട്, വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ എങ്ങനെയുള്ള കാര്യങ്ങളാണ്? ഒന്ന് ചെറിയ ഇതിൽ പറയുമ്പോൾ കുട്ടിക്കാലത്താണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, പക്ഷെ ഇപ്പോൾ നമുക്ക് ചിന്തിക്കുമ്പം ചെറിയ ചെറിയ കാര്യമാവാം, പക്ഷെ ആ സമയത്ത് അത് വലിയ വലിയ കാര്യങ്ങളായിരുന്നു അല്ലേ. ആ സമയത്ത് എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? നമ്മൾ ചിലപ്പോൾ സിബ്ലിങ്സുമായിട്ട് വഴക്കടിക്കാറുണ്ടാവും, കുറ്റപ്പെടുത്തലുകൾ, കളിയാക്കലുകൾ പാരൻസിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. അതുപോലെ ഫ്രണ്ട്സിൽ നിന്ന് ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ ടീനേജിലേക്ക് വരുമ്പോൾ അവിടെ കോളേജ് ലൈഫിലും ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നും വീട്ടിൽ നിന്നൊക്കെ എപ്പോഴും എപ്പോഴും എന്താണ്, നമ്മൾ ഡെയിലി ചില ആളുകളുടെ ജീവിതത്തിൽ ദിവസവും ഒന്നോ രണ്ടോ ഒക്കെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. വളരെ വേദനയിലൂടെ കടന്നു പോയുന്നവരാണെങ്കിൽ ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ പിന്നീട് മാരീഡ് ലൈഫിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കരിയറിലേക്ക് വരുമ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്താണ്, വേദനയിലൂടെ മറ്റുള്ള വ്യക്തികളിൽ നിന്നും വേദന അനുഭവിക്കേണ്ടി വരാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് മാരീഡ് ലൈഫ്, അവിടെ പാർട്ട്ണറുമായിട്ടുള്ള ഇഷ്യൂ, ഇൻലോസ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ നെയ്ബേഴ്സ് ആയിട്ടാവാം, പല രീതിയിൽ കൊളീഗ്സ് ആയിട്ടാവാം, ഇങ്ങനെ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും. ഈ നിമിഷം വരെ അതെല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പം എന്താണ് നമ്മളിവിടെ, എന്താണ് നമ്മുടെ ഒരു മൈൻഡിൻ്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ? ഇത്രയും വേദനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പല ഇമോഷൻസ് നമുക്ക് ആ സമയത്ത് വരാറുണ്ട് അല്ലേ. നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരാൾ കുറ്റപ്പെടുത്തിയെന്ന് വിചാരിക്കുക, നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മളെ എന്ത് ചെയ്തു, നമ്മുടെ മേലിൽ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് ആരോപിക്കപ്പെട്ടു. അപ്പം എന്താണ്, നമുക്ക് ആ സമയത്ത് എന്തൊക്കെ ഇമോഷൻസ് വരും? സങ്കടം വരാം അല്ലേ, സങ്കടം, ദേഷ്യം വരാം, വെറുപ്പ് വരാം, പിന്നെന്താണ്, ആ ഒരു പക അല്ലേ,
ഒരു വലിയൊരു വിദ്വേഷം നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ഇമോഷൻസിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഈ ഇമോഷൻസ് എല്ലാം നമ്മുടെ ഉള്ളിൽ എന്താണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് റിയാലിറ്റി. ഓക്കെ. ആ കുഞ്ഞുനാൾ മുതൽ, കുഞ്ഞുനാൾ എന്നല്ല, നമ്മുടെ മദർ നമ്മളെ ക്യാരി ചെയ്തൊരു സമയമുണ്ട് അല്ലേ, നമ്മൾ ഗർഭപാത്രത്തിലായിരിക്കുന്ന ആ സമയമുണ്ട്. ആ സമയം മുതൽ അമ്മയുടെ ഫീലിങ്സ് വരെ നമ്മളെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സമയം മുതൽ ഈ നിമിഷം വരെ നമ്മൾ ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. അതിൽ നിന്നെല്ലാം ഒരുപാട് ഇമോഷൻസ് നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് പല കാര്യങ്ങളും നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്. ഒരു 40 years ആയിട്ടുള്ള ഒരാൾക്ക് കുട്ടിക്കാലത്ത് നടന്ന കാര്യങ്ങൾ വരെ എന്താണ് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. എന്താണ് അവിടെ നമ്മുടെ മനസ്സിൽ അതെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോ ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരായിരിക്കും. മെന്റലി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഓവർ തിങ്കിങ്, ആങ്സൈറ്റി, അതുപോലെ ഉറക്കമില്ലായ്മ, പലതരം രോഗങ്ങൾ, ഇതെല്ലാം നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്? അതിൻ്റെയൊക്കെ റീസൺസ് എന്താണ്? സൈക്കോളജിക്കലി നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ റീസൺസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസ് ആണ്. ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഇമോഷൻസ് എല്ലാം നമ്മുടെ ഉള്ളിൽ സ്റ്റോർഡ് ആണ്. ആ സമയത്ത് എനർജി ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ പ്രശ്നങ്ങളായിട്ട് പുറത്തു വരികയാണ്. ഏതൊരു പ്രശ്നം എന്താണ് ഒരു പരിധി വരെ നമുക്ക് ഉള്ളിൽ നിൽക്കുകയുള്ളൂ, പിന്നെ അത് കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന 99% പ്രശ്നങ്ങൾക്കും കാരണം എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ്. മീൻസ് നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ്, നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഇമോഷൻസും ബിലീഫ്സും ഒക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യണ്ടേ? നമ്മുടെ മൈൻഡിലുള്ള മാലിന്യങ്ങളാണ് ഇത്തരത്തിലുള്ള സങ്കടവും വിഷമവും വെറുപ്പും ദേഷ്യവും പകയും. ഇവയെല്ലാം നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങളാണ്. നമുക്ക് ചിന്തിച്ചാൽ അറിയാം, ഇത്തരത്തിലുള്ള ഇമോഷൻസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ എനർജി ഹൈ ആവോ ലോ ആവോ? എന്താണ് സംഭവിക്കാറുള്ളത്? ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ. നമ്മൾ സങ്കടത്തിലൂടെ ദേഷ്യത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ എനർജി എന്താവും? നമുക്കൊരു പോസിറ്റീവ് എനർജി ആണോ ഫീൽ ചെയ്യുന്നത്? ഹാപ്പിനെസ് ആണോ ഫീൽ ചെയ്യുന്നത്? എന്താണ്? യെസ്, ലോ എനർജിയാണ്. അതെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമില്ലാത്തതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇതെല്ലാം നമ്മുടെ എനർജിയെ ഡൗൺ ആക്കുന്നു. മാത്രമല്ല നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ഇത് ബാധിക്കുന്നു, നമ്മുടെ ആരോഗ്യത്തെ ഇത് ബാധിക്കുന്നു. ഓക്കെ. അപ്പം നമ്മളൊരു എക്സാമ്പിളിലൂടെ പറയുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു വീട് നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യാറുണ്ടല്ലേ. നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒരു 1 week ആയിട്ട് നമ്മൾ നമ്മുടെ കിച്ചൺ അല്ലെങ്കിൽ നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്നില്ല. അവിടെ എല്ലാ വേസ്റ്റുകളുണ്ട്. ഡ്രസ്സ് അലക്കുന്നില്ല, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നില്ല, കിച്ചണിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ട്, വെജിറ്റബിൾ വേസ്റ്റ്, ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇങ്ങനെ നമ്മൾ കുന്നുകൂട്ടി വെച്ചിരിക്കുകയാണ്. എന്തായിരിക്കും ആ വീട്ടിലൊരവസ്ഥ? അവിടെ ജീവിക്കാൻ കഴിയുമോ നമുക്ക്? കഴിയോ? അവിടെ നമ്മൾ ഒരുപാട് ഇപ്പം ക്ലീൻ ചെയ്യാതെ എയർ ഫ്രഷ്നറൊക്കെ യൂസ് ചെയ്യുന്നു. എന്തായിരിക്കും അവസ്ഥ? എന്താ നിനക്ക് തോന്നുന്നത്? അവിടെ ജീവിക്കാൻ വളരെ പ്രയാസമായിരിക്കില്ല. ജീവിക്കാൻ കഴിയില്ല നമുക്ക്. നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നവരാണ്. ഒരു ദിവസത്തെ വേസ്റ്റ് പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കീപ്പ് ചെയ്യുന്നില്ല. അത് അന്നന്നത്തെ കാര്യങ്ങൾ അന്ന് തന്നെ നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും ക്ലീൻ ചെയ്യേണ്ടതാണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സെന്ന് പറയേണ്ടി വരും അല്ലേ. നമ്മുടെ മൈൻഡിന് അത്രയും നമ്മുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മുടെ ബോഡി ഒരു ഹാർഡ്വെയർ ആണെങ്കിൽ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം കുമിഞ്ഞുകൂടി കിടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ലൈഫ് നല്ല ഫ്ലോയിൽ പോവാൻ കഴിയുമോ അവിടെ? ഒരിക്കലുമില്ല. നമ്മൾ എന്താണ് ബ്ലോക്ക്ഡ് ആയിട്ട് കിടക്കും എല്ലാ ഏരിയാസിലും. നമ്മുടെ മൈൻഡ്, നമ്മുടെ എനർജി എന്താണോ അതിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് അത്യന്തധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് ക്ലീൻ ചെയ്യാനുള്ള ഒരു ടൂളാണ് എന്ത്? നമ്മുടെ ഫൊഗീവ്നെസ് എന്ന് പറയുന്നത്, ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ.
പ്ലീസ്. കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ മൈൻഡ് ക്ലീൻ ചെയ്യാനുള്ള, ഓക്കെ, നമ്മുടെ മൈൻഡ് ക്ലീൻ ചെയ്യാനുള്ള ഒരു ടൂളാണ് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മുടെ ബിസിനസ് പാർട്ട്ണർ നമ്മളെ ചീറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ ബിസിനസ് പാർട്ട്ണർ ചീറ്റ് ചെയ്ത സമയത്ത് നമുക്ക് എന്താണത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അത്രയും നമ്മൾ കൂട്ടായി നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു ബിസിനസ് നല്ല ഗ്രോത്തിലേക്ക് പോകുന്നു, അവിടെ നമ്മൾ ചീറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഫൊഗീവ് ചെയ്യാൻ പറയുമ്പോൾ എന്താ പറയുക? നമ്മൾ എനിക്ക് കഴിയില്ല എന്ന് പറയും. ഞാൻ ഫൊഗീവ് ചെയ്ത് കൊടുക്കില്ല എന്ന് നമ്മൾ സാധാരണയായി പറയാറുള്ളത്. നമ്മളവിടെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. എന്താണ് ഫൊഗീവ്നെസ് എന്നുള്ളത് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മളവിടെ ഫൊഗീവ് ചെയ്യാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അപ്പം ഇതുപോലെ മലിനമാക്കപ്പെടുകയാണ് നമ്മുടെ മനസ്സ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫൊഗീവ്നെസ് എല്ലാ മതങ്ങളിലും എടുത്ത് നോക്കുകയാണെങ്കിൽ ഫൊഗീവ്നെസ്സിന് വളരെ ഇമ്പോർട്ടൻസ് ആണുള്ളത് അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫൊഗീവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഫൊഗീവ് ചെയ്യേണ്ടത്. നമ്മുടെ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫൊഗീവ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു അക്സെപ്റ്റൻസിലേക്ക് നമ്മൾ എത്തണം. ഫൊഗീവ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഡേ അല്ലെങ്കിൽ ഇന്നലത്തെ ഒരു ഡേയിൽ ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, അത്രയും കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ കുടുംബവും ഒക്കെ ആയിട്ട് നമ്മൾ അത്രയും കണക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഡെയിലി എന്ന് പറയുന്നത് പോലെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു മാലിന്യ കൂമ്പാരമായിട്ട് ഇപ്പൊ നമുക്ക് പല പ്രശ്നങ്ങളും ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ, അതിനുള്ള ഒരു മെഡിസിൻ ആണ് ഫൊഗീവ്നെസ് എന്ന് പറയുന്നത്. ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത്. അതൊരിക്കലും നമ്മളെ തരം താഴ്ത്തുന്നതോ അല്ലെങ്കിൽ മറ്റൊരാളെ സ്നേഹിക്കുന്നതോ ഒന്നുമല്ല. നമുക്കൊന്ന് നോക്കാം. നമുക്ക് സ്ലൈഡിലേക്ക് വരാം. എന്താണ് ഫൊഗീവ്നെസ്? എ കോൺഷ്യസ് ഡിസിഷൻ ടു റിലീസ് റിസെന്റ്മെന്റ്. ഇത് നമ്മൾ കോൺഷ്യസ്ലി ബോധപൂർവം എടുക്കുന്ന ഒരു തീരുമാനമാണ്. എന്തിന്? റിസെന്റ്മെന്റ്. നമ്മുടെ മനസ്സിലുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അമർഷം, സങ്കടം, ഇങ്ങനെയുള്ള ഇമോഷൻസിനെ റിലീസ് ചെയ്യിപ്പിക്കാനുള്ള, അതിന് നമ്മുടെ ഉള്ളിൽ നിന്നും കളയാനുള്ള, റിലീസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കോൺഷ്യസ് ഡിസിഷൻ ആണ് ഫൊഗീവ്നെസ് എന്ന് പറയുന്നത്. ലെറ്റിംഗ് ഗോ ഓഫ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ടു ദ ഹേർട്ട്. നമ്മുടെ ആ ഒരു സംഭവമുണ്ട്, ഹേർട്ടായിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റുമായിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്കുണ്ടാവും അല്ലേ? അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെറ്റ് ഗോ ചെയ്യുന്നു. ഓക്കെ. റിഫ്യൂസിങ് ടു അലോ ദ പാസ്റ്റ് ടു കൺട്രോൾ ദ പ്രസന്റ്. അല്ലെ? നമ്മൾ വേദനിപ്പിക്കുന്ന, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ബിസിനസ് ചീറ്റിംഗ് സംഭവിച്ചു എന്ന് വിചാരിക്കുക. ഇതെന്താണ്? നമ്മുടെ മൈൻഡിൽ നമ്മൾ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രസന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ ചെയ്യേണ്ട കാര്യങ്ങളോ നമ്മുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങളോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മൾ ഇതിൽ തന്നെ പിടിച്ച് തന്നെ നമ്മൾ ഹോൾഡ് ചെയ്ത് നമ്മൾ ഇതിന് എന്താണ്, ആൾക്ക് എങ്ങനെ ഒരു പാര കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആള് ഇങ്ങനെ എന്നെ ചെയ്തു. ചില ആളുകൾ തകർന്നു പോവും അല്ലെ? പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ അവർ തകർന്നു പോവും. ചില ആളുകളോ ഇതിനെങ്ങനെ പകരം കൊടുക്കാം, ഒരു ആ, പ്രതികാര മോഡിലേക്ക് പോകും അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ്, നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്നു. നമ്മുടെ ലൈഫ്, നമ്മൾ ഒരുപാട് ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നമ്മൾ അങ്ങനെ ചെയ്യണം, എൻ്റെ ലൈഫിൽ ഇത്ര അച്ചീവ് ചെയ്യണം, ഈ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ എന്താണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടാ പോകുന്നത്? ഈ ഒരു ഹേർട്ടിലേക്ക്, ഈ ഒരു ഇമോഷനിലേക്ക്, ഈ ഒരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോ, ആൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല. ആളെന്താണ്, ആളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാവും ചെയ്യുന്നത്. ആള് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടാവും, ആള് സക്സസ്സിലേക്ക് പോകുന്നുണ്ടാവും. നമ്മൾ ഇതും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രസന്റിനെ കൺട്രോൾ ചെയ്യുന്ന എന്താണ്? ഈ ഒരു പാസ്റ്റ് ട്രോമയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു കോട്ടുണ്ട്, എന്താണ്, നമ്മൾ വിഷം കഴിച്ചിട്ട്
നമ്മളെ വേദനിപ്പിച്ച വ്യക്തി മരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണെന്നുള്ളത്. വിഷം കഴിച്ചത് ആരാണ്? നമ്മളാണ്. കാരണം നമ്മളാണ് അതിൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്നത്. അതിൻ്റെ ആ ഒരു നെഗറ്റിവിറ്റി, അതിൻ്റെ സങ്കടം, വിഷമം, നമ്മുടെ എനർജി ഡൗൺ ആവുന്ന ഇതെല്ലാം അനുഭവിക്കുന്ന അതൊരു വിഷമാണ് അല്ലേ? നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ കളയുന്ന, നമ്മുടെ പ്രൊഡക്ടിവിറ്റിക്ക് മോശമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? ലെറ്റ് ഗോ ചെയ്യാതെ സപ്രസ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ഒരു പ്രശ്നം പറഞ്ഞ് നമ്മൾ നടക്കുകയാണ്. നമ്മുടെ സമയം നഷ്ടപ്പെടുന്നു, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു, നമ്മുടെ റിലേഷൻഷിപ്പിനെ ഇത് ബാധിക്കുന്നു, മാത്രമല്ല നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നു. അപ്പൊ നമ്മളാണ് അവിടെ വിഷം കഴിച്ചിട്ടുള്ളത്. അവർ നമ്മളെ വേദനിപ്പിച്ചെങ്കിലും അവിടെ വിഷം കഴിച്ചിട്ടുള്ളത് നമ്മളാണ്. എന്നിട്ട് അവർ മരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ആരാ മരിക്കുക? വിഷം കഴിച്ചവരേ മരിക്കുള്ളൂ. അപ്പൊ ഈ വിഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിൽ നിന്നും റിലീസ് ചെയ്യണം. ആ വിഷം ഒരിക്കലും നമ്മൾ കൊണ്ടു നടക്കാൻ പാടില്ല. ഓക്കെ. അപ്പോ ഇവിടെ എന്താണ്? ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഫൊഗീവ് ചെയ്യുന്നത്. ആ വ്യക്തിയോട് പറയേണ്ട ആവശ്യം പോലില്ല. ഞാൻ നിങ്ങൾക്ക് ഫൊഗീവ് ചെയ്ത് തന്നിരിക്കുന്നു എന്നുള്ളത് അവരോട് പോയിട്ട് നമ്മൾ പറയേണ്ട ആവശ്യം പോലുമില്ല. നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഇരുന്നു കൊണ്ട് ആ ഒരു ഇമോഷനെ നമുക്ക് എന്ത് ചെയ്യുക? റിലീസ് ചെയ്യിപ്പിക്കുക. നമ്മളിൽ നിന്നും പൂർണ്ണമായിട്ടും അത് വിട്ടുകളയുക. അതിന് ഒരുപാട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇത് ഒരുപാട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഓക്കെ. ഇറ്റ് ഡസ് നോട്ട് മീൻ ദ റോങ് വാസ് അക്സെപ്റ്റബിൾ. നമുക്ക് ആ ഒരു തെറ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നല്ല, ആ ഒരു വ്യക്തി ചെയ്ത തെറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ, നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമ്മൾ എന്താ ചിന്തിക്കുക? ഇപ്പോൾ ഞാൻ ഫൊഗീവ് ചെയ്ത് കൊടുത്താൽ ആ ഒരു കാര്യം എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് വരുമോ? അല്ലെ, ഞാനാണ് തെറ്റുകാരനെന്ന് അവര് ചിന്തിക്കുവോ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നിങ്ങളുടെ ഡെയിലി ലൈഫിൽ, മീൻസ് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുമായിട്ട്, ഹസ്ബൻഡായിട്ടോ വൈഫായിട്ടോ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ നിങ്ങൾ ഫൊഗീവ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ആ മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തു നിന്ന് അവർ ചിന്തിക്കുവോ? അല്ലെങ്കിൽ ഞാൻ തോറ്റു പോവോ? അല്ലേ? പിന്നെന്താണ്? എനിക്കത് എന്നെ വീണ്ടും വേദനിപ്പിക്കുവോ? ഇങ്ങനെയുള്ള ഇതാണ് നമുക്ക് വരിക. അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഫൊഗീവ്നെസ്സിനെ കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിലും നമുക്ക് അവിടെ നമ്മൾ തോറ്റുപോകും, നമുക്ക് നമ്മുടെ സെൽഫിനെ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യാത്ത പോലെ, സെൽഫിനെ ഞാൻ റെസ്പെക്ട് ചെയ്യാത്ത പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. അത് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എന്തോ ഒരു എന്നോട് ചെയ്യുന്ന ഒരു കുറ്റമാണെന്ന് നമ്മൾ അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല. നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റാണ് ഫോർഗീവ്നെസ്. നമ്മുടെ ഹെൽത്ത് അല്ലേ, നമ്മുടെ ഹാപ്പിനെസ്സും നമ്മുടെ ആരോഗ്യം, ഇതൊക്കെയല്ലേ നമുക്ക് വലുതായിട്ടുള്ളത്. എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? നമ്മള് സന്തോഷവും സമാധാനവും അല്ലേ? ഒന്നും വേണ്ട, എനിക്ക് സമാധാനം മതി, കുറച്ച് സമാധാനം കിട്ടിയാൽ മതി. ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? സന്തോഷവും സമാധാനവും. പക്ഷെ ഇതൊന്നും വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല അല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, വിടേണ്ടത് നമ്മൾ വിട്ടേ പറ്റൂ. കാരണം നമുക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നമ്മുടെ നെഗറ്റിവിറ്റിക്കല്ല നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നമ്മുടെ സന്തോഷം, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ട ആർക്കാണ് നഷ്ടം? നമുക്ക് തന്നെയാണ്, വേറെ ആർക്കും നഷ്ടമില്ല. അല്ലെ, നമ്മൾ തന്നെയാണ് അനുഭവിക്കുന്നത്. അപ്പോൾ യു മസ്റ്റ് ഇതിൽ ഇറ്റ് ഡസ് നോട്ട് മീൻ ദ റോങ് വാസ് അക്സെപ്റ്റബിൾ. തെറ്റായ കാര്യം അക്സെപ്റ്റ് ചെയ്യണം എന്നല്ല. ഓക്കെ. അതുപോലെ യു മസ്റ്റ് റീകൺസിൽ. അവരുമായിട്ട് ഒരു പുതിയ ബന്ധം, വീണ്ടും ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നല്ല ഫോർഗീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യു ഫോർഗെറ്റ് വാട്ട് ഹാപ്പൻഡ്. സംഭവിച്ചത് മറക്കുക എന്നല്ല. യു ബിക്കം വീക്ക്. നിങ്ങൾ വീക്ക് ആണെന്നല്ല. ഓക്കെ. ഇതൊന്നുമല്ല ഫൊഗീവ്നെസ് എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഫൊഗീവ്നെസ് ഈസ് ഈക്വൽ ടു ഇമോഷണൽ റിലീസ്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ഇമോഷൻസിനെ നമ്മൾ റിലീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഫൊഗീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നപ്പോഴാണ് അല്ലെ? നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. സന്തോഷവും സമാധാനവും ആസ്വദിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം വേണ്ടാത്ത കാര്യങ്ങൾ, ഇപ്പൊ വൃത്തിയുള്ളൊരു വീട്ടിലിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വീട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയിലി ക്ലീൻ ചെയ്യുക എന്നുള്ളത് അല്ലേ?
അതുപോലെ തന്നെയാണ് നമുക്ക് സന്തോഷവും സമാധാനവും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്നും വേണ്ടാത്ത കാര്യങ്ങൾ, നമ്മുടെ എനർജി ഡൗൺ ആക്കുന്ന, നമ്മുടെ സന്തോഷം തകർക്കുന്ന ഇമോഷൻസ് നമ്മുടെ ഉള്ളിലുണ്ട്. അതെന്ത് ചെയ്യുക? അത് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുക, റിലീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളൊരു ഏരിയ എന്ന് പറയുന്നത്, നമ്മൾ ഫൊഗീവ് ചെയ്യാതിരുന്നാൽ, അൺഫൊഗീവ്നെസ് അതെങ്ങനെയൊക്കെ നമ്മളെ ബാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ റെഡിയല്ല. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു അടി കിട്ടി നമുക്ക്, ഒരു വലിയൊരു ഇപ്പം ഒരു ഫ്രണ്ട് ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ബ്രേക്കപ്പ്, അങ്ങനെ അതുപോലെ നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള ഇഷ്യൂ, നമുക്ക് നല്ലൊരു പ്രശ്നം കിട്ടി, നമ്മളത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫൊഗീവ് ചെയ്യാൻ റെഡിയല്ല, നമ്മൾ എന്താണ് അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ആ ഇമോഷൻസിനെ പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ഏരിയയിലും അത് ബാധിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണത് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ഹെൽത്തിൽ, അതെങ്ങനെ ബാധിക്കുന്നു? ഇമ്പാക്ട് ഓൺ ഹെൽത്ത്. ക്രോണിക് സ്ട്രെസ്. ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഓവർ തിങ്കിങ്, ആങ്സൈറ്റി, അതുപോലെ ഫിയർ, ഇങ്ങനെയുള്ള സ്ട്രെസ്, ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടോ? നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന, ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ, എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. ഇടയ്ക്കൊന്ന് ടെക്സ്റ്റ് ചെയ്യുന്നത് എന്താണ്, ഒന്ന് ആക്റ്റീവ് ആവാൻ നല്ലതാണ് അല്ലേ? എല്ലാവരും ടെക്സ്റ്റ് ചെയ്യുക. ആങ്സൈറ്റി, അതുപോലെ ഓവർ തിങ്കിങ്, ഇങ്ങനെയുള്ള ഇഷ്യൂസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, താങ്ക് യു. അത് നമ്മുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഇമോഷൻസ്, പക, ദേഷ്യം, ഇങ്ങനെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇത് നമ്മുടെ ഹെൽത്തിനെ വളരെ സാരമായിട്ട് ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ബോഡിയിൽ കെമിക്കൽ റിയാക്ഷൻസ് വരുന്നുണ്ട്. മീൻസ് നമ്മുടെ ഇപ്പോൾ സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഓക്കെ, നമ്മൾ സങ്കടത്തിലൂടെ, വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ, അങ്ങനെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ്, അഡ്രിനാലിൻ, കോർട്ടിസോൾ തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ് ഹോർമോൺസ് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ റിലീസ് ചെയ്യപ്പെടുന്ന എന്താണ് ഉണ്ടാവുക? ഇത് നമ്മുടെ ബോഡിയിൽ കിടന്ന്, സെല്ലുകളിൽ കിടന്ന് ടോക്സിൻസ് ആവുന്നു. നമ്മൾ എപ്പോഴും ഒരു ഒരു നമ്മുടെ നെർവസ് സിസ്റ്റം ഒരിക്കലും കാമായിരിക്കില്ല. ഓക്കെ, നമ്മളിങ്ങനെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പാരാസിമ്പത്തറ്റിക് മോഡിലേക്ക്, എന്താണ്, ഒരു സർവൈവൽ മോഡിലേക്ക് നമ്മുടെ നെർവസ് സിസ്റ്റം മാറും. ഇത് നമുക്കൊരിക്കലും സമാധാനം കിട്ടില്ല. നമ്മുടെ നെർവസ് സിസ്റ്റം കാം ആവുമ്പോഴാണ് നമുക്ക് എന്താണ്, ഒരു കാംനെസ്സും ഒരു റിലാക്സേഷനും ഒക്കെ ഫീൽ ചെയ്യും. നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ അല്ലേ നമ്മുടെ നെർവസ് സിസ്റ്റം എന്താവും, കാമാവും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ നെഗറ്റീവ് ഇമോഷൻസ് അവിടെ കിടന്നു കഴിഞ്ഞാൽ ഒരു നമുക്ക് ഒട്ടും നമ്മൾ റിലാക്സ്ഡ് ആവില്ല, കാം ആവില്ല. ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. എപ്പോഴും എന്തു കാര്യങ്ങളില്ലെങ്കിൽ പോലും ഒരു ആങ്സൈറ്റി, എൻ്റെ ഫ്യൂച്ചർ എന്താവും അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ, ഇപ്പം എന്തെങ്കിലും സംഭവിക്കുമോ, ഒരു ഫിയറിൽ, ഒരു അൺസേഫ്റ്റി മോഡിലായിരിക്കും എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അതുപോലെ ഹൈ ബ്ലഡ് പ്രഷർ, BP അല്ലേ, BP കൂടുന്നത് എന്തുകൊണ്ടാണ്? നമ്മളോട് എന്താ പറയാറുള്ളത്? ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ എന്താണ് അവിടെ പറയാറുള്ളത്? എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ചോദിക്കാറില്ലേ നിങ്ങളുടെ അടുത്ത്? എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? വീട്ടിലെന്തെങ്കിലും വഴക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നോ? ഇങ്ങനെ ഈ രീതിയിൽ നമ്മോട് ഡോക്ടേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ BP-യുടെ, നമ്മുടെ ബ്ലഡ് പ്രഷർ ലെവൽ അബ്നോർമൽ ആവാൻ റീസൺ എന്താണ്? ഇത്തരത്തിലുള്ള വിഷമങ്ങളും വേദനകളും നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഫൊഗീവ് ചെയ്യാതെ നമ്മുടെ ഉള്ളിൽ വെക്കുന്നത് കൊണ്ടാണ് BP കൂടുന്നത്. അതുപോലെ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, ഉറക്കം കിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ നെർവസ് സിസ്റ്റം കാമല്ലാത്തത് കൊണ്ട് എപ്പോഴും ഒരു സർവൈവൽ മോഡിലായിരിക്കും. ഒരു ഫിയർ, ഒരു ആങ്സൈറ്റി എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്ക് ഉറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ ഹോർമോണൽ ഇംബാലൻസ്, നമ്മുടെ ഹോർമോൺ ചേഞ്ച് വരും. ഹോർമോൺസ് ക്ലിയർ അല്ലെങ്കിൽ എന്താണ്, അവിടെ നമുക്ക് പല ഹെൽത്ത് ഇഷ്യൂസും വരും അല്ലേ. അപ്പോൾ അതുപോലെ വീക്കൻഡ് ഇമ്മ്യൂണിറ്റി, നമ്മുടെ പ്രതിരോധ ശേഷി വീക്കാവും, അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും.
നമുക്കറിയില്ല ഇതൊക്കെ എവിടുന്നാ വരുന്നേ. ഒന്നല്ലെങ്കിൽ ഒന്ന് അസുഖം, എപ്പോഴും ഹോസ്പിറ്റലിൽ പോവാം, അല്ലേ? ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാറുണ്ട്. അതേപോലെ സൈക്കോസൊമാറ്റിക് പെയിൻസ്, ബോഡി പെയിൻ, എപ്പോഴും പെയിനാണ്. കഴുത്ത് വേദന, ഷോൾഡർ പെയിൻ, ഹാൻഡ് പെയിൻ, അതുപോലെ മൈഗ്രെയിൻ, ചെസ്റ്റ് ഹെവിനെസ്, കാലുവേദന, കൈവേദന, ബാക്ക് പെയിൻ, ഇതുപോലെ എപ്പോഴും ബോഡി പെയിനിലൂടെ കടന്നു പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫൊഗീവ് ചെയ്യാതെ നമ്മുടെ ഉള്ളിൽ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്തരം വേദനകൾ പിന്നീട് ഈ രീതിയിൽ നമ്മുടെ ബോഡിയിൽ റിയാക്ട് ചെയ്യുന്നുള്ളതാണ്. അൺറിസോൾവ്ഡ് ഇമോഷൻസ് കീപ് ദ ബോഡി ഇൻ സർവൈവൽ മോഡ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ റിസോൾവ് ചെയ്യാതെ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഇമോഷൻസ് നമ്മുടെ ബോഡിയെ ഒരു സർവൈവൽ മോഡിലേക്കായിരിക്കും കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ നമ്മളെ വളരെ മോശമായിട്ടാണ് നമ്മുടെ ഹെൽത്തിനെ ഇത് ബാധിക്കുന്നത്. പഠനങ്ങൾ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ക്യാൻസർ, അല്ലേ, നമ്മൾ ഏറ്റവും മാരകമായിട്ടുള്ള അസുഖങ്ങൾ ക്യാൻസർ, കിഡ്നി ഫെയിലിയർ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇത്തരത്തിലുള്ള വൂൺസ്, മുറിവുകൾ നമ്മൾ ഹീൽ ചെയ്യാതെ, നമ്മുടെ ഉള്ളിൽ നിന്നും ഫൊഗീവ് ചെയ്യാതെ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുന്നത് കൊണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇപ്പം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു നമ്മളെ വേദനിപ്പിച്ച വ്യക്തി സുഖമായിട്ട് അവിടെ ജീവിച്ചു പോകുന്നുണ്ട്, അവരിത് ബാധിക്കുന്നില്ല. അപ്പോൾ നമ്മളാണ് വിഷം കഴിച്ചത്. ഇപ്പം എന്ത് ചെയ്യുക? ഫൊഗീവ് ചെയ്ത് കൊടുക്കുക. അവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫൊഗീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? യെസ്. മാം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫൊർഗീവ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക. പിന്നെ പക്ഷെ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളും അതുപോലെ ഫൊർഗീവ് ചെയ്യാതിരുന്നാൽ അവർക്കും നമുക്ക് വരുന്ന അതുപോലത്തെ ഇഷ്യൂസ് വരുമോ? അവര് ചെയ്യാണ്ട് അവര് വാശിയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഫൊർഗീവ് ചെയ്തു, പക്ഷെ ഓപ്പോസിറ്റുള്ള ആള് ചെയ്തില്ല, അപ്പൊ അവർക്കും നമുക്ക് ചെയ്യാത്തവർക്ക് വരുന്ന ഇഷ്യൂസ് അവർക്കും ഉണ്ടാവോ? സ്വാഭാവികമായിട്ടും ഉണ്ടാവും, പക്ഷെ നമ്മൾ നമ്മളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ. ഓക്കെ, നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലല്ല, നമുക്ക് നമ്മുടെ കാര്യം. മീൻസ് നമ്മൾ എന്താണെന്നറിയാം, ഇത് നമ്മൾ ഒരാളെ നിർബന്ധിച്ചത് കൊണ്ട് അവർ ചെയ്യില്ല. ഓക്കെ, അത് അതെ അതെ മറ്റൊരു അതെ. പ്രശ്നത്തിനിടയാക്കും. അപ്പോൾ എന്താണ്, നമ്മൾ നമ്മളുടെ മാറ്റം നമ്മൾ ഫൊഗീവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പം പിന്നെ അത് മാത്രം, നമ്മൾ ഫൊഗീവ് ചെയ്യുമ്പോൾ തന്നെ അവരിലും ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ അത്രയും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇവിടെ വൈഫ് ഫൊഗീവ് ചെയ്യുമ്പോൾ തന്നെ അവർ തമ്മിലുള്ള ബന്ധം ക്ലിയർ ആയിട്ട് വരും. അതെ ഓക്കെ. അതെ അതെ. ഇത് എന്റെ ഫാമിലിയാണ്, അതാ ചോദിച്ചത്. ഓക്കെ, അത് നമ്മൾ നമ്മുടെ കാര്യം, ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. ആരെയും നമുക്ക് നിർബന്ധിച്ച് ചെയ്യാൻ പറ്റില്ല. ഇത് അവര് എപ്പോഴാണോ തയ്യാറാവുന്നത് അപ്പോഴേ അത് കഴിയുള്ളൂ. അവരുടെ അതെ അതെ. മനസ്സതിലേക്ക് അതൊരു തരം തിരിക്കുകയാണെങ്കിൽ. നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയാണ് ആ ഒരു ഇറ്റ്സ് ഓക്കെ, ക്യാരക്ടർ. ഇറ്റ്സ് ഓക്കെ. നമുക്ക് നിങ്ങൾ ഹീൽ ചെയ്യുന്നതിലൂടെ അവരിലും മാറ്റം വരുത്താൻ പറ്റും കേട്ടോ. ഓക്കെ, നമ്മുടെ ഓക്കെ ഉള്ളിൽ ഓക്കെ. ഒരാളെ കുറിച്ച് താങ്ക് യു. എന്താണോ, ഓക്കെ, വെൽക്കം, എന്താണോ ഒരു തോട്ട് ഉള്ളത്, അതിലേക്ക് നമുക്ക് അവരെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ടൈം എടുക്കും. അതിന് നമ്മൾ നമ്മുടെ എനർജി ക്ലിയർ ചെയ്യണം. അപ്പൊ അവരിലും മാറ്റം ഉണ്ടാവും. അത് ഒരുപാട് എക്സ്പീരിയൻസ് ഓക്കെ നമ്മുടെ കോഴ്സിലൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ. അപ്പം ഹെൽത്തിൽ ഈ രീതിയിലാണ് ബാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നെക്സ്റ്റ്, നമ്മൾ ഫൊഗീവ് ചെയ്യാതെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് ഓൺ റിലേഷൻഷിപ്സ്, നമ്മുടെ റിലേഷൻഷിപ്സിൽ എങ്ങനെയൊക്കെയാണിത് ഇമ്പാക്റ്റ് വരുന്നത് നോക്കാം. ട്രസ്റ്റ് ഇഷ്യൂസ് വരും. നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കുട്ടിക്കാലത്ത് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, നമ്മുടെ ഫ്രണ്ട് നമ്മളെ ചീറ്റ് ചെയ്തു. ഇപ്പോൾ എന്താണ് എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ചീറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നത്? ട്രസ്റ്റ് നഷ്ടപ്പെടും, അല്ലേ? വിശ്വസിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ടൈം ആ ഒരു ഫ്രണ്ടിനെ നമ്മൾ വിശ്വസിക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ എന്താണ് അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല, അല്ലെങ്കിൽ അവളെ വിശ്വസിക്കാൻ കൊള്ളില്ല, പറഞ്ഞ വാക്ക് പാലിക്കില്ല, അല്ലെങ്കിൽ ചീറ്റ് ചെയ്യും. ഈ ഒരു ബിലീഫ് നമ്മുടെ ലൈഫിൽ പിന്നീട് ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത ഇത്തരം നിരന്തരം വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് നമുക്ക് മറ്റൊരു വ്യക്തിയെ വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. അവർ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ കഴിയില്ല. ഇതൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ മാരീഡ് ലൈഫിലൊക്കെ നല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അല്ലേ? നമുക്ക് ഒരാളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാൽ നമ്മൾ എന്നെ ചീറ്റ് ചെയ്യോ എന്നുള്ള ഫിയർ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ആ റിലേഷൻഷിപ്പ്
ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോവില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള വൂൺസ് നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ അതവിടെ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ബിലീഫ് അവിടെ കട്ടാവും, ഫൊഗീവ് ചെയ്ത് കൊടുക്കുമ്പോൾ. ഇല്ലെങ്കിൽ അത് പിന്നീടുള്ള ലൈഫിനെല്ലാം ആ ഒരു വിശ്വാസം നമ്മളെ ബാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇപ്പം ടീനേജിൽ ഇപ്പോൾ ഒരാൾ നമ്മളെ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ തന്നെ പാരൻസിൽ നിന്നും അബാൻഡൻമെന്റ് നേരിടേണ്ടി വന്ന ഒരു കുട്ടി പാരൻസിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഫാദർ ഓർ മദർ വിട്ടേച്ച് പോയെന്ന് വിചാരിക്കുക. ഈ കുട്ടിക്ക് ഒരിക്കലും ഒരാളെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് അവരുടെ മാരീഡ് ലൈഫിലേക്കൊക്കെ വരുമ്പോൾ ആ കുട്ടി മുതിർന്ന ആളായി, കല്യാണം കഴിഞ്ഞു, ആ സമയത്ത് ആ പാർട്ട്ണറിനെ ആൾക്ക് ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അവിടെ ആങ്സൈറ്റി ആയിരിക്കും, എന്നിട്ടേച്ച് പോവോ, ഇങ്ങനെ ചില കേൾക്കാറില്ല, എപ്പോഴും വിളിച്ചു നോക്കും എവിടെയാണ്, എപ്പോഴാണ് വരിക. ഇതൊരു ആങ്ഷ്യസ് ആയിട്ട് ഇങ്ങനെ പാർട്ട്ണർ പെരുമാറുമ്പം മറ്റേ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്ക് എന്തായിരിക്കും അവസ്ഥ? വലിയ ഇഷ്യൂ ആയിരിക്കില്ലേ? ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡൗട്ട്സ് വരിക, വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിലേക്ക് പോകുമോ എന്നുള്ള ഡൗട്ട്സ് വരിക. ഇത് എവിടെയാണ് ക്ലിയർ ചെയ്യേണ്ടത്? ഈ കുട്ടി കുട്ടിയായിരുന്ന സമയത്ത് അനുഭവിച്ചിട്ടുള്ള ഒരു അബാൻഡൻമെന്റ്, ഈ ഒരു അബാൻഡ്മെന്റ് ഹീൽ ചെയ്ത് അവിടെ ഫൊഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതവിടെ കട്ടാവുന്നത്. ഇല്ലെങ്കിൽ ലൈഫിലൂടെ നീളം എന്തായിരിക്കും, ഇത് ബാധിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ. അതുപോലെ ഇമോഷണൽ ഡിസ്റ്റൻസ് വരും. ഇമോഷണലി നമുക്ക് കണക്റ്റ് ആവാൻ പറ്റില്ല, നമ്മൾ ഒരുപാട് അകലെയായി പോകും. ഓക്കെ. ഇപ്പോൾ നമ്മുടെ മാരീഡ് ലൈഫിലൊക്കെ കപ്പിൾസ് നമ്മുടെ ലൈഫ് പാർട്ട്ണറുമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഹീൽ ചെയ്യാതെ, ഫൊഗീവ് ചെയ്യാതെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നവരാണ് അല്ലേ. ഒരു വീട്ടിൽ ഒരു മുറിയിൽ ഒരുമിച്ച് കിടന്നിറങ്ങുന്നവരാണ്. ഇവർ തമ്മിൽ ഫൊഗീവ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ എന്താണ് വഷളായിക്കൊണ്ടേയിരിക്കും, റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ പറയാറുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫൊഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യേണ്ടത് പാർട്ട്നേഴ്സിൻ്റെ ഇടയിലാണ്. കാരണം ഒരുമിച്ച് ജീവിക്കുന്നവരാണ്, എന്നും കാണുന്നവരാണ് അല്ലേ. ഇപ്പം നമ്മൾ എന്താണ്, നമ്മൾ ഇപ്പം കല്യാണം കഴിഞ്ഞ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ബന്ധവും ആ ഒരു മധുരവും അല്ലേ, അതൊക്കെ ഇപ്പോൾ ഒരു 10 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 15 ഇയേഴ്സ് കഴിയുമ്പോൾ അതേ മധുരം നമുക്ക് വരുന്നുണ്ടോ? ഇല്ല, പല ലൈഫിലും ഇല്ല എന്നുള്ളതാണ് സത്യം. എന്താണ്, നമ്മൾ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഫൊഗീവ് ചെയ്യാതെ നമ്മൾ അവിടെ വെക്കുന്നു. പിന്നീട് അത് വലുതായി 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 ഇങ്ങനെ വീണ്ടും ഒരു പ്രശ്നം വരും, കൂടി വീണ്ടും വരും, വീണ്ടും വരും. ഇതെല്ലാം വലിയ ഒരു മുറിവായിട്ട് ഒരു വലിയൊരു ഡിസ്റ്റൻസിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ ഫൊഗീവ്നെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫൊഗീവ് ചെയ്ത് കൊടുക്കുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളത് ഫൊഗീവ് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെന്താണ്, നമ്മൾ ആദ്യത്തെ പോലെ തന്നെയായിരിക്കും. നമ്മുടെ മനസ്സിൽ എന്തില്ല, വിഷമങ്ങളില്ല, കറകളില്ല. ഇല്ലെങ്കിൽ എന്നെ അങ്ങനെ ചെയ്തല്ലോ, എന്നെ മനസ്സിലാക്കിയില്ലല്ലോ, എന്നെ പരിഗണിച്ചില്ലല്ലോ, ഈ ഒരു വേദന തന്നെയായിരിക്കും എപ്പോഴും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പം ഇതിലേക്ക് കണക്റ്റ് ആവും. നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട് അല്ലേ, ഈ ഒരു ചെറിയ കാര്യത്തിന് എന്തിനാ ഞാനിങ്ങനെ എനിക്ക് ദേഷ്യം പിടിച്ചത്, എന്തിനാ ഞാനിങ്ങനെ റിയാക്ട് ചെയ്തത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കാറില്ലേ? ചെറിയ പ്രശ്നം, ആ ഒരു പ്രശ്നത്തിനല്ല നിങ്ങൾ പ്രതികരിച്ചത്, അതിന് മുൻപുള്ള വേദനകളെല്ലാം അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതുപോലെ ഫ്രീക്വന്റ് കോൺഫ്ലിക്ട്സ് വരും. ഈ ഒരു വേദന ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി നമുക്കൊരു മുറിവുണ്ട്, നമ്മൾ ഓൾറെഡി വേദനിപ്പിച്ചിട്ടുണ്ട്. ആ മുറിവിൽ തന്നെയാണ് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ മുറിവിൽ ഒരു സൂചി എടുത്ത് കുത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പെയിനായിരിക്കും അല്ലേ. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ ഒരു വേദന, ആ മുറിവ് നമ്മൾ എന്ത് ചെയ്യണം? ഉണക്കണം. നമുക്ക് നമ്മുടെ മനസ്സിന് ഏൽക്കുന്ന മുറിവ്, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഫിസിക്കലി നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോകും. ഒരു മുറിവ് പറ്റി, എന്താ ചെയ്യുക? ഡോക്ടറെ അടുത്ത് പോകും, ഇഞ്ചക്ഷൻ എടുക്കും, ടാബ്ലറ്റ് കഴിക്കും, ഓയിൻമെന്റ് പുരട്ടും, അത് നമ്മൾ എന്താക്കും? ഭേദമാക്കും. ഇതുപോലെ നമ്മൾ മനസ്സിലേറ്റ മുറിവുകളെ ഹീൽ ചെയ്യുന്ന, സുഖപ്പെടുത്തുന്ന ഒരു ടൂളാണ്, ഒരു മെഡിസിൻ ആണ് ഫൊഗീവ്നെസ്. ഫൊഗീവ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വലുതായി 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 ഇങ്ങനെയാണ് ഡിവോഴ്സിലേക്കും സെപ്പറേഷനിലേക്കും ഒക്കെ എത്തുന്നത്. അപ്പോൾ ഫ്രീക്വന്റ് കോൺഫ്ലിക്ട്സ് ഉണ്ട്, എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും, കലഹങ്ങളായിരിക്കും വീട്ടിൽ. നമ്മൾ ഫൊഗീവ് ചെയ്യാതെ ഒരുമിച്ച് ജീവിക്കുമ്പോഴും അങ്ങനെയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാൾ തന്ന വേദനയായിരിക്കാം വീട്ടിൽ വന്നായിരിക്കും അത് തീർക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഓഫീസിൽ നടന്നൊരു ഇഷ്യൂ, ഓഫീസിൽ നമ്മുടെ ബോസുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി, ആ സ്ട്രെസ് അവിടെ നമുക്ക് ചിലപ്പോൾ റിലീസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ അവിടെ മിണ്ടാതെ വരും.
എന്താണ്, വീട്ടിലെത്തിയിട്ട് വൈഫിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് മക്കളുടെ അടുത്തൊക്കെ അത് എന്ത് ചെയ്യും, പുറത്തു വരും. നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു പരിധി വരെ നമുക്കത് പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവും. ദേഷ്യമായിട്ടും ആ, നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ടും നമ്മളിൽ നിന്ന് പുറത്തു വരും. കാരണം വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ ഓവർ റിയാക്ഷൻ ടു സ്മോൾ ട്രിഗേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മൾ എന്താണ്, ഓവറായിട്ട് റിയാക്ട് ചെയ്യും. ചെറിയ കാര്യങ്ങളായിരിക്കാം, അല്ലെ? നമ്മുടെ മക്കൾ തന്നെ ചിലപ്പം പറയും, എന്താണ്, എന്തിനാ ആ, അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്തിനാണ് ഈ രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്, ഇത്ര ചെറിയൊരു കാര്യത്തിന് എന്തിനാ ഇങ്ങനെ ആ, പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലേ? അതൊക്കെ എന്താണ്, നമ്മൾ പെയിനിലാണ്, നമ്മുടെ ഉള്ളില് നമുക്ക് താങ്ങാനാവുന്നതിലപ്പുറം പെയിൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് നമ്മൾ ഹീൽ ചെയ്യേണ്ടതാണ്, ക്ലീൻ ചെയ്യേണ്ടതാണ്. ഓക്കെ. അതുപോലെ റിപ്പീറ്റിംഗ് അൺഹെൽത്തി റിലേഷൻഷിപ്പ് പാറ്റേൺസ്. നമ്മളിലൊരു ഒരുപാട് കാലം ഈ രീതിയിൽ നമ്മൾ പോകുമ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതുപോലെയുള്ള ആളുകളെ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. നമ്മളൊരു പീപ്പിൾ പ്ലീസർ ആയിട്ട് എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഓക്കെ. പാസ്റ്റ് വൂണ്ട് ഇൻഫ്ലുവൻസ് പ്രസന്റ് ബിഹേവിയർ. നമ്മുടെ പഴയ കാലത്തുള്ള മുറിവുകൾ, ഇതുപോലെയുള്ള വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ഇൻസിഡൻസ് നമ്മുടെ പ്രസന്റ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ. നമ്മുടെ ഇപ്പോഴുള്ള സ്വഭാവം എന്ന് പറയുന്നത്, നമ്മൾ എത്ര വിചാരിച്ചിട്ടും കാര്യമില്ല, ഞാൻ ദേഷ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കാമായിട്ട് പോകണം, ഇപ്പം മക്കളോട് നല്ല രീതിയിൽ പെരുമാറണം, എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ് ഇതൊക്കെ, അല്ലേ? ഒരു നല്ല മനുഷ്യനാവണം, എല്ലാവരോടും പ്ലസന്റ് ആയിട്ട് എപ്പോഴും കാമായിട്ട് സംസാരിക്കണം, ഒരു പ്രശ്നം വരുമ്പോൾ അത് കാമായിട്ട് ഡീൽ ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ഇപ്പോഴുള്ള ആഗ്രഹങ്ങളാണ്, പ്രസന്റ് ആഗ്രഹങ്ങളാണ്. ബട്ട് നമ്മുടെ പ്രസന്റ് ബിഹേവിയറിനെ ആരാണ് മാനേജ് ചെയ്യുന്നത്? നമ്മുടെ പാസ്റ്റിലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ഹീൽ ചെയ്യുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ വെൽത്തിനെയും അബണ്ടൻസിനെയൊക്കെ എങ്ങനെ അത് ബാധിക്കുന്നു. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഫൊഗീവ് ചെയ്യാതിരുന്നാൽ ഹെൽത്തിനെ ബാധിക്കും. നെക്സ്റ്റ് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഇത് ബാധിക്കും. നമ്മുടെ ലൈഫിന്റെ ജീവിതത്തിന്റെ നെടും തൂൺ പില്ലേഴ്സ് ആണ് എന്ത്, നെടും തൂണുകളാണ് റിലേഷൻഷിപ്സ്. ഒരു ഏരിയ, ഹെൽത്ത് ഒരു ഏരിയ ആണ്, അല്ലെ? ഹെൽത്ത് ഉണ്ടെങ്കിലേ സന്തോഷമുള്ളൂ, സമാധാനമുള്ളൂ. റിലേഷൻഷിപ്പ്, അല്ലെ? നമ്മളായിട്ട് ഇടപെടുന്ന ആളുകളായിട്ടുള്ളൊരു അവിടെ ഒരു ഇന്റിമസി വേണം, സ്നേഹം വേണം, ലവ് വേണം, കെയർ വേണം. അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ക്ലീൻ ചെയ്യപ്പെടണം, മീൻസ് ഫൊഗീവ് ചെയ്യപ്പെടണം. ഓക്കെ. ദെൻ വരുന്നു നമ്മുടെ വെൽത്ത് ആൻഡ് അബൻഡൻസ്. അല്ലെ? നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് പണം, അല്ലെ? സമ്പത്ത്, സമൃദ്ധി നമ്മളിലേക്ക് വരണം എന്നുള്ളത്. നമ്മൾ എന്നും എന്തെഴുതും? അഫർമേഷൻസ് ഒക്കെ എഴുതും. അഫർമേഷൻസ് എഴുതും, മെഡിറ്റേഷൻ ചെയ്യും. അത് അതുപോലെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും നമ്മൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഡെയിലി നമുക്ക് പണം വേണം, അല്ലെ? എന്ത് കാര്യങ്ങൾക്ക് നമുക്ക് പണം വേണം. എല്ലാവരുടെയും ഒരു മേജർ പ്രശ്നം തന്നെയാണ് മണി ബ്ലോക്ക് എന്നുള്ളത്. ഈ മണി ബ്ലോക്കിന് കാരണമാവും നമ്മൾ ഫൊഗീവ് ചെയ്യാതെ നമ്മുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ റിലീസ് ചെയ്യാതെ, ലെറ്റ് ഗോ ചെയ്യാതെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മണി ബ്ലോക്ക് ഉണ്ടാക്കാനും കാരണമാണ്. സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ആയിരിക്കും നമുക്ക്. ഒക്കെ ഒരുപാട് വേദനകളും കുറ്റപ്പെടുത്തലുകളും അനുഭവിക്കുമ്പോൾ, ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും? അബണ്ടൻസ് മൈൻഡ് സെറ്റ് ഉണ്ടാവുമോ നമുക്ക്? അവർ ശരിയല്ല, ഇവർ ശരിയല്ല, അവർ വേദനിപ്പിക്കുന്നവരാണ്, ഇങ്ങനെ ഇത്തരത്തിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കും? ചുരുങ്ങിപ്പോവും നമ്മുടെ മൈൻഡ്. നമുക്ക് അബണ്ടൻസിനെ സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിൽ ഡെവലപ്പ് ആവില്ല നമ്മുടെ മൈൻഡ്. നമ്മുടെ മനസ്സിൽ എന്താണുള്ളത്, ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മുടെ മനസ്സാണെല്ലാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ മൈൻഡ്. അപ്പോൾ ഈ മൈൻഡിൽ എന്താണോ ഉള്ളത് അതിന് മാച്ച് ആയിട്ടുള്ള ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ, മീൻസ് നമ്മുടെ ഉള്ളിൽ ഒരുപാട് വൂൺസും ഇമോഷൻസും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളങ്ങ് എന്തായി പോവും? ചുരുങ്ങിപ്പോവും. നമ്മളിലേക്ക് അബണ്ടൻസ് വരുമോ? ഇല്ല, ഒരിക്കലും അട്രാക്ട് ചെയ്യില്ല. അതുപോലെ ഫിയർ ബേസ്ഡ് ഡിസിഷൻസ്, നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. നമ്മുടെ ലൈഫിൽ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം നമ്മൾ പേടിയിലായിരിക്കും. നമ്മളിപ്പോൾ നമുക്കൊരു ആളെ പാർട്ട്ണറാക്കിയിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് എന്താണ് അവിടെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ.
അതുപോലെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളൊക്കെ അനുഭവിച്ച് വന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും കോൺഫിഡൻസ് ഉണ്ടാവില്ല. അവർക്ക് ഭാവിയിൽ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസോ കറേജോ ഉണ്ടാവില്ല. അപ്പൊ അതിൽ നിന്നുള്ള ഡിസിഷൻസ് ആവും അവരെടുക്കുക. അപ്പൊ അവർ എല്ലായിടത്തും ചുരുങ്ങിപ്പോകും. ഓക്കെ. അതുപോലെ ലോ സെൽഫ് വർത്ത്, സെൽഫിനെ കുറിച്ച് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു മോശം ഇമേജ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നഷ്ടമാവും. ഓക്കെ. നമ്മുടെ എനർജി ലെവലിന് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിലേക്ക് വരിക. അപ്പൊ നമ്മുടെ എനർജി ലെവൽ ഹൈ ആവുന്നപ്പോഴാണ് ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ, അല്ലേ, സ്നേഹം ഫീൽ ചെയ്യുമ്പോൾ, ഈ സമയത്തൊക്കെയല്ലേ പീസ്, സമാധാനമായിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ എനർജി ഹൈ ആവുക. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ എനർജി എവിടെ ആയിരിക്കും? ലോ എനർജി ആയിരിക്കും എപ്പോഴും നമുക്ക് ഉണ്ടാവുക. അപ്പൊ അതിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുള്ളൂ. ക്ലോസ്ഡ് ഹേർട്ട്, ബ്ലോക്ക്ഡ് ഫ്ലോ. നമ്മുടെ എനർജി ഫ്ലോ എന്തായിരിക്കും? നമ്മുടെ ക്ലോസ്ഡ് ഹേർട്ടായിട്ട്, മീൻസ് ഫൊഗീവ് ചെയ്യാതെ നമ്മൾ അങ്ങ് സപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ഫ്ലോ ബ്ലോക്ക്ഡ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഫൊഗീവ്നെസ് ഓപ്പൺസ് ഇമോഷണൽ ആൻഡ് എനർജറ്റിക് ഫ്ലോ. ഫൊഗീവ്നെസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇമോഷണൽ ആയിട്ടും എനർജറ്റിക് ആയിട്ടുള്ള ഫ്ലോയെ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഫൊഗീവ്നെസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട്, ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, എത്രത്തോളം നമ്മളെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫൊഗീവ്നെസ്സിൻ്റെ ബെനഫിറ്റ്സ് ആണ്. ഓക്കെ. നമ്മൾ ഫൊഗീവ് ചെയ്ത് കൊടുത്താൽ എന്തെല്ലാം ബെനഫിറ്റ്സ് നമുക്കുണ്ട്, എന്തെല്ലാം അഡ്വാൻറ്റേജസ്, ഗുണങ്ങളുണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. മെൻ്റൽ ഇമ്പോർട്ടൻസിൽ വരുമ്പോൾ റെഡ്യൂസസ് ആങ്സൈറ്റി ആൻഡ് ഓവർ തിങ്കിങ്. നമ്മൾ ഫൊഗീവ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ്? നമ്മുടെ ആങ്സൈറ്റി കുറയുന്നു, ഓവർ തിങ്കിങ് കുറയുന്നു. ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ കോഴ്സിലേക്ക് വരുന്ന ആളുകൾ പറയുന്ന കാര്യമാണ് ഓവർ തിങ്കിങ് ആണ്, ആങ്സൈറ്റി ആണ്. എന്തിനാണെന്നറിയില്ല, എനിക്ക് ആങ്സൈറ്റി ആണ്, എപ്പോഴും ഒരു ഫിയർ ആണ്, ഒരു ഉത്കണ്ഠയാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ പുറത്തുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നു, സെൽഫ് കെയർ ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഇംപ്രൂവ്സ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. നമുക്ക് ഇമോഷണൽ ആയിട്ടൊരു സ്ഥിരത നമ്മൾ വർദ്ധിക്കുന്നു. നമുക്ക് ഇമോഷണൽ മെച്ചുവേർഡ് ആയിട്ട് നമുക്ക് എന്താണ് ഒരു കാര്യത്തെ സമീപിക്കാൻ സാധിക്കും. ഇമോഷണൽ മെച്യൂരിറ്റി വരും. ഓക്കെ. അതുപോലെ ഇൻക്രീസസ് ക്ലാരിറ്റി ആൻഡ് ഫോക്കസ്. നമ്മുടെ ക്ലാരിറ്റി, അതുപോലെ ശ്രദ്ധ, ഇതെല്ലാം നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ, ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇതല്ലെങ്കിൽ നമ്മളിപ്പോൾ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നും ഫോക്കസ് ചെയ്യാനോ ഒരു ക്ലാരിറ്റിയോ നമുക്ക് ഉണ്ടാവില്ല. നമ്മളെപ്പോഴും ആ പെയിനിലാണ്. ഓക്കെ. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യുന്നു. ക്ലാരിറ്റി, ഫോക്കസ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, ഇന്ന് എന്ത് ചെയ്യണം, നമ്മുടെ ലൈഫിലേക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവും. എൻ്റെ ഗോളിന് വേണ്ടി ഇന്ന് എന്ത് എനിക്ക് ചെയ്യാൻ പറ്റും, ഇന്ന് ഞാൻ ആരെ കാണണം, ക്ലയൻറ്റിനെ കാണണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ മൈൻഡ് ഫോക്കസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കണം. അവിടെ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ ബ്രിങ്സ് ഇന്നർ പീസ്. നമ്മുടെ മനസ്സമാധാനം, അല്ലെ, ഇന്നർ പീസ്, ഉള്ളിലുള്ള നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ്? പീസ്, സമാധാനമാണ്. അപ്പൊ ഈ ഒരു പീസ് നമുക്ക് കൊണ്ടുതരും, നമ്മളിലുണ്ടാവും. ഉള്ളിൽ നമുക്ക് സമാധാനം അനുഭവിക്കണം. എന്തുണ്ടായിട്ടും കാര്യമല്ല, നമ്മുടെ ഉള്ളിൽ സമാധാനം, സന്തോഷം ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതം എന്താണ്? അരോചകമാണ്. ഓക്കെ. അതുപോലെ ഫൊഗീവ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഫിസിക്കൽ ഇമ്പോർട്ടൻസ്, മീൻസ് ഫിസിക്കലി ഉള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? കാംസ് ദ നെർവസ് സിസ്റ്റം. നമ്മുടെ നെർവസ് സിസ്റ്റം കാം ആക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മൾ നിരന്തരം ഇത്തരത്തിലുള്ള സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൺസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ റിലീസ് ചെയ്യാതെ ആ ഇമോഷൻസ് അവിടെ നിൽക്കുമ്പോൾ എന്താണ്? നമ്മുടെ നെർവസ് സിസ്റ്റം പാരാസിമ്പത്തറ്റിക് മോഡിലായിരിക്കും, എപ്പോഴും ഒരു സർവൈവൽ മോഡിലായിരിക്കും, ഒരു അൺസേഫ് മോഡിലായിരിക്കും. അപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസ്, കാര്യങ്ങൾ, അസുഖങ്ങളെല്ലാം വരും. നമ്മുടെ മൈൻഡ് ഒട്ടും കാമായിരിക്കില്ല, റിലാക്സ്ഡ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഫൊഗീവ് ചെയ്ത് ഈ പെയിനൊക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കാമാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഉറക്കം ക്ലിയർ ആവും. അതുപോലെ റെഡ്യൂസ് സ്ട്രെസ് ഹോർമോൺസ്. നേരത്തെ പറഞ്ഞല്ലോ, സ്ട്രെസ് ഹോർമോൺസ്, അഡ്രിനാലിൻ, കോർട്ടിസോൾ, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള വിഷമാണ്. ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ
വലിയ വലിയ രോഗങ്ങൾക്ക് ഇത് കാരണങ്ങളാണ്. അപ്പോൾ സോറി, ഈ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സപ്പോർട്ട്സ് ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കും, അസുഖങ്ങൾ വരില്ല. ഓക്കെ. അതുപോലെ ഇംപ്രൂവ്സ് സ്ലീപ്പ് ആൻഡ് ഓവറോൾ ഹെൽത്ത്, നമ്മുടെ ഓവറോൾ ഹെൽത്തിനെയും അതുപോലെ ഉറക്കമൊക്കെ എന്താവും, ഇമ്പ്രൂവ് ആവും, നമുക്ക് ഉറങ്ങാൻ പറ്റും. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ, നമ്മൾ എക്സസൈസ് ചെയ്യും, അതെല്ലാം ചെയ്യേണ്ടത് തന്നെയാണ്. ഹെൽത്തി ഫുഡ്, എന്നിട്ടും നമുക്ക് അസുഖം വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു, എന്താണ്, നമ്മുടെ മൈൻഡ് ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ്. ഓക്കെ. അപ്പോൾ മൈൻഡ് ക്ലീനിങ് മീൻസ് ഫോർഗീവ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. അതുപോലെ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഇമ്പോർട്ടൻസ്, ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സിൽ ഇമോഷണലി അല്ലെങ്കിൽ സ്പിരിച്വലി നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് വരുന്നത്. റിമൂവ്സ് ഇമോഷണൽ ബാഗേജ്. ഓക്കെ. നമ്മൾ നമ്മൾ ഈ നമ്മുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ഈ നെഗറ്റീവ് ഇമോഷൻസ്, ഈ ഒരു ഭാരം അല്ലേ, നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. നമുക്ക് എപ്പോഴും തളർച്ച വരിക, എനർജി ഇല്ലാത്തൊരവസ്ഥ, എന്താണ്, മോർണിംഗിൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ എനർജി ഡൗൺ ആയിട്ടുള്ള അവസ്ഥ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇത്രയും ബാഗേജ് ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. സങ്കടവും വിഷമവും പ്രയാസവും കുറ്റബോധവും ഇതൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്താണ്, നമുക്ക് ഹെവിനെസ് വരും. നമ്മളിപ്പോൾ നമ്മൾ കോഴ്സിലേക്ക് വരുന്ന ഡിപ്രഷനിലേക്ക് പോവുക അല്ലേ, അതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുക. ഇങ്ങനെയുള്ള നമുക്ക് എന്താണെന്നറിയില്ല, കാരണം ഉണ്ടാവില്ല, എപ്പോഴും ക്ഷീണം, എപ്പോഴും കിടക്കണം തോന്നുക, ഒട്ടും എനർജറ്റിക് അല്ലാത്തൊരവസ്ഥ, ഇതൊക്കെ ഈ ഒരു ബാഗേജ് നമ്മൾ എന്താണ് കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഇമോഷണൽ ബാഗേജ് റിമൂവ് ആവുന്നു. നെഗറ്റീവ് പാറ്റേൺസ് നമ്മുടെ ലൈഫിൽ എന്താണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പാറ്റേൺസ് ഉണ്ടായിരിക്കും അല്ലേ. ചില ആളുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നു. ഈ ഒരു പാറ്റേൺ അവരുടെ ലൈഫിൽ ഉണ്ടാവും. പല കാര്യങ്ങൾ, ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഈ രീതിയിൽ നെഗറ്റീവ് പാറ്റേൺസ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന പാറ്റേൺസ് എന്ത് ചെയ്യും, കട്ടാവും. നമുക്കൊരു ബെറ്റർ ലൈഫ് ഉണ്ടാവും എല്ലാ തരത്തിലും. ഓക്കെ. അതുപോലെ ക്രിയേറ്റ്സ് ഇന്നർ ലൈറ്റ്നെസ്, നമ്മുടെ ഉള്ളിൽ അല്ലേ, പുറത്ത് കാണുന്നതല്ല വെളിച്ചം. പുറത്ത് കാണുന്ന വെളിച്ചം നമുക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ വെളിച്ചം അറിയണം നമ്മൾ. ഇത് കൂടുതൽ ഇതിലേക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതെന്താണെന്ന് ചിലപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ടൈം ഉള്ളവർക്കൊന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇന്നർ ലൈറ്റ്നെസ് ആണ്. ആ ലൈറ്റ് ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പ്രകാശമായിരിക്കും. പിന്നെ നമുക്ക് നെഗറ്റീവ്സ് ഒന്നും കാണാൻ പറ്റില്ല. നമ്മളിലേക്ക് വരുന്നതും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. അതുപോലെ ഓപ്പൺ സ്പേസ് ഫോർ ഗ്രോത്ത്, ഗ്രോത്തിനുള്ള സ്പേസ് ഓപ്പൺ ചെയ്ത് വരുന്നുള്ളതാണ്. നമ്മളിലേക്ക് അബണ്ടൻസ് വന്നു തുടങ്ങും. ഓക്കെ. അപ്പോൾ മണി ബ്ലോക്ക് കാര്യങ്ങളൊക്കെ എല്ലാം ഈ ഫോർഗീവ്നെസ്സിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, കോർ മെസ്സേജ് എന്ന് പറയുന്നത് ഫോർഗീവ്നെസ് ഈസ് നോട്ട് ഫോർ ദം. നമ്മളെ വേദനിപ്പിച്ച വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഫോർഗീവ്നെസ്. ഇറ്റ് ഈസ് ഫോർ യുവർ ഹെൽത്ത്, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി. ഇറ്റ്സ് ഫോർ യുവർ റിലേഷൻഷിപ്സ്, നിങ്ങളുടെ കണക്റ്റായിരിക്കുന്ന ബന്ധങ്ങൾക്ക് വേണ്ടി. ഇറ്റ്സ് ഫോർ യുവർ അബണ്ടൻസ്, സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി. ഇറ്റ്സ് ഫോർ യുവർ ഫ്യൂച്ചർ, നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി അല്ലേ. ഒരു ബെറ്റർ ഫ്യൂച്ചറാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർഗീവ് ചെയ്യണം എന്നുള്ളത് പറയുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത്രയും സെഷനിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആർക്ക് വേണ്ടിയിട്ടാണ് ഫോർഗീവ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ചെയ്ത എല്ലാവരും ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർഗീവ് ചെയ്യുന്നത്? യെസ്, നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. പിന്നെ ചില ആളുകൾ പറയാ, ഓക്കെ, താങ്ക് യു, നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർഗീവ് ചെയ്യുന്നത്. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ എൻ്റെ മനസ്സിനതെല്ലാം വിട്ടതാണ്, ഞാനതൊന്നും ഓർക്കാറില്ല, പഴയ കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിക്കാറില്ല, അതൊക്കെ ഞാൻ ആ സമയത്ത് തന്നെ വിട്ടുകൊടുത്തിട്ടുള്ളതാണ് എന്നുള്ളതൊക്കെ അത് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ലൈഫിൽ നമ്മൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ സ്റ്റോർഡാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കോൺഷ്യസ്ലി തന്നെ ഇത് ഹീൽ ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒന്ന് നമ്മൾ ആലോചിക്കുക, ആ ഒരു ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഞാനത് വിട്ടുകൊടുത്തതാണെന്ന് പറയുമ്പോൾ ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുക, ആ ഒരു ഇൻസിഡൻറ്റിലേക്ക്, അന്ന് സംഭവിച്ചത് എന്താണ്, അന്ന് എന്താണ് ഉണ്ടായത്,
ഈ ഒരു വിഷമത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റിലേക്ക് നമുക്ക് പോയി നമ്മളത് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫീലിങ്സ് വരുന്നുണ്ടോ, എന്തെങ്കിലും ഇമോഷൻസ് വരുന്നുണ്ടോ എങ്കിൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് ഉള്ളിൽ തന്നെ ഉണ്ട്. ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ കോഴ്സിലേക്ക് വരുന്ന ആളുകൾ, ചില ആളുകളൊക്കെ അതൊക്കെ ഞാൻ വിട്ടതാണ്, അതൊന്നും ഞാൻ ഓർക്കുന്നേ ഇല്ല മാം, ഉം. അതൊന്നും ഞാൻ പഴയ കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കുന്ന ഒരാളല്ല, അത് ആ സമയത്ത് തന്നെ الرحمن الرحيم مالك يوم الدين. വിട്ടതാണ് എന്നുള്ള രീതിയിൽ ഒക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ ആ ഒരു ഇൻസിഡന്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അവരിരുന്ന് പൊട്ടി പൊട്ടി കരയും, അവർക്ക് ദേഷ്യം വരും. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവരുടെ മനസ്സിൽ അതുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലെല്ലാം സ്റ്റോർഡാണ്. നമ്മൾ നമ്മുടെ അഡ്വാൻസ് ലെവലിലൊക്കെ ചെയ്യുമ്പോൾ എന്താണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്? വൂം സ്റ്റേജിലുള്ള കാര്യങ്ങളാണ്. അമ്മയുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ പോലും നമുക്ക് നമ്മുടെ ബോഡിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ചെറിയ കാര്യങ്ങൾ വരെ നമ്മുടെ ഉള്ളിലുണ്ട്. പിന്നെന്താണ് ഫൊഗീവ് ചെയ്യേണ്ടത്? ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ഫൊഗീവ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇത് എങ്ങനെയാണ് ഫൊഗീവ് ചെയ്യേണ്ടത് എന്നുള്ളത്, അല്ലേ? ഒരുപാട് ഇമ്പോർട്ടൻസ് പറഞ്ഞു, ബെനിഫിറ്റ്സ് പറഞ്ഞു, ഫൊഗീവ് ചെയ്ത് കൊടുക്കാതിരുന്നാലുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മളിവിടെ സംസാരിച്ചു. അപ്പൊ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഓക്കെ. അപ്പൊ ഇതിൽ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ഞാൻ പറയാം. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ലെറ്റർ എഴുതുക. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്, നമ്മൾ ഒരാൾ വേദനിപ്പിച്ചു, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് പാർട്ണർ ചീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ അവർക്കൊരു ലെറ്റർ എഴുതുന്ന പോലെ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞുകൊണ്ട് അതിൽ ഒരു എഴുതാം, ലെറ്റർ എഴുതാം, എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട്. എന്നിട്ട് അത് അയക്കരുത്, അവർക്ക് സെൻഡ് ചെയ്യാനുള്ളതല്ല. ഓക്കെ. അത് നമ്മൾ കത്തിച്ച് കളയും. എഴുതിയതിന് ശേഷം എല്ലാം നമുക്ക് പറയാനുള്ള പോസിറ്റീവ് നെഗറ്റീവ്സ് എല്ലാം അതിൽ എഴുതിയിട്ട് അത് കത്തിച്ച് കളയും. ഓക്കെ. അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്തിട്ട് ഞാൻ ഫൊഗീവ് ചെയ്ത് തന്നിരിക്കുന്നു എന്നുള്ളത് പറയാം. ഓക്കെ. ഇതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ ഇമോഷൻ ഇത് ചിന്തിക്കുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ, ഇമോഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇമോഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഫൊഗീവ്നെസ് കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ ഞാനൊരു പവർഫുൾ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. അത് സ്കൈലർ ലേണിങ്സിൽ കോഴ്സ് അവൈലബിൾ ആണ്. EFT മെത്തേഡ്സ് ഉപയോഗിച്ച്, ടാപ്പിംഗ് തെറാപ്പി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൊഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അവിടെ ഇൻസ്റ്റന്റ് റിസൾട്ടാണ്. EFTയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പെട്ടെന്നുള്ള റിസൾട്ടാണ്. നമ്മളിപ്പോൾ ഫൊഗീവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ചിലപ്പോൾ ആളുടെ കോൾ വരുന്നു, ആൾ ഇങ്ങോട്ട് വിളിക്കുന്നു. ഓക്കെ. ഇങ്ങനെയുള്ള മിറാക്കിൾസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കോഴ്സിൽ പങ്കെടുത്ത ഒരുപാട് പേര് നമ്മുടെ ഇപ്പോൾ സെഷനിലുണ്ട്. അവർക്കറിയാം, വർഷങ്ങളായിട്ട്, ഇപ്പോൾ 7 വർഷം 7.5 വർഷമായിട്ട് മിണ്ടാതെ നിൽക്കുന്ന ആളുകൾ നമ്മളിവിടെ ഇന്ന് ഫൊഗീവ് ചെയ്യുമ്പോൾ, നമ്മൾ ടാപ്പിംഗ് തെറാപ്പി യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ഇമോഷൻസിനെ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യിപ്പിക്കുമ്പോൾ എന്താണ് അവരിൽ നിന്നും ഇങ്ങോട്ട് കോൾ വരിക. ഇങ്ങനെയുള്ള മിറാക്കിൾസ് ഒക്കെ സംഭവിക്കാറുണ്ട്. അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോൾ പുതിയ ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ സത്യമാണോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ സത്യമാണ്, റിയാലിറ്റി അതാണ്. അപ്പോൾ ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മളെല്ലാം എനർജി, നമുക്കെല്ലാം എനർജി, ബോഡിയുടെ എല്ലാം എനർജിയാണ്. ഈ ലോകത്തിലെല്ലാം എനർജിയാണ്. എനർജറ്റിക്കലി നമ്മൾ കണക്റ്റഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, മോശമായിട്ട് ചിന്തിക്കുമ്പോൾ നെഗറ്റീവ് എനർജിയാണ് നമ്മളിൽ നിന്ന് അവരിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ പോസിറ്റീവ് എനർജിയാണ് നമ്മളിൽ നിന്നും അവരിലേക്ക് പാസ് ചെയ്യുന്നത്. നമ്മൾ ഒരാളെ കുറിച്ച് നമ്മുടെ അറ്റൻഷൻ എങ്ങോട്ട് പോകുന്നുണ്ടോ അവിടേക്ക് എനർജി ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ അമ്പിളി മാമിലേക്ക് എൻ്റെ അറ്റൻഷൻ പോകുമ്പോൾ, ഞാൻ അമ്പിളി മാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നിൽ നിന്നും എനർജി അമ്പിളി മാമിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അത് അവിടെ ഇമ്പാക്റ്റ് വരുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫൊഗീവ് ചെയ്യുമ്പോൾ എന്നിൽ നിന്നും ആ ഒരു വിഷമവും സങ്കടവും ദേഷ്യവും ഒക്കെ ഞാൻ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യുമ്പോൾ പിന്നീട് എന്നിൽ നിന്നും അവരിലേക്ക് പോകുന്ന, ഞാൻ ആർക്കാണ് ഫൊഗീവ് ചെയ്ത് കൊടുത്തത് അവരിലേക്ക് പോകുന്ന എനർജി എന്തായിരിക്കും? പോസിറ്റീവ് എനർജി ആയിരിക്കും. ഓക്കെ. അപ്പോൾ അത്രയും പവർഫുൾ ആണ്. ഇപ്പം നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹെൽത്തിൽ വെൽത്തിൽ എല്ലാം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫൊഗീവ്
ചെയ്തു കൊടുക്കുക. നമ്മുടെ ലൈഫിൽ ഫോർഗീവ്നെസ്സിന്റെ ലിസ്റ്റ് ഉണ്ടാക്കാം, എന്തൊക്കെ ഇഷ്യൂസ് ആണ് എന്നുള്ളത്. എൻ്റെ ലൈഫിൽ സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നു, ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നു. നിങ്ങളുടെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മെഡിസിൻ ആണ് ഫോർഗീവ്നെസ്. കാരണം നമ്മൾ എല്ലാവരുടെയും ഡെയിലി ലൈഫ് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഒരു സന്തോഷവും സമാധാനവും ആരോഗ്യവും പണവും, അല്ലേ? ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് ശ്രമിച്ചിട്ടും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എന്നിട്ടും നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെയാണ് നമ്മളുള്ളത്. അതെന്താണ്? നമ്മൾ ഈ ഏരിയ, നമ്മുടെ മെൻ്റലി അല്ലെങ്കിൽ മൈൻഡ് നമ്മൾ ക്ലിയർ ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മുടെ മൈൻഡിൽ എന്താണോ ഉള്ളത് അതാണ് നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്നത്. നമ്മുടെ ഉള്ളിലാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോഴാണ് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്താണ്? എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? സൂപ്പർ ടോപ്പിക് മാം, വെരി യൂസ്ഫുൾ. താങ്ക് യു താങ്ക് യു സോ മാം. മച്ച്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ആൻസർ ചെയ്ത് തരാം. അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇന്ന് മുതൽ എല്ലാവരും ഫോർഗീവ്നെസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ, ചെയ്യുന്നവരുണ്ടാവാം, ചെയ്യാത്തവരുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഓൾ. താങ്ക് യു അസ്മ മാം. Thank you. Thank you, ma'am. Thank you, ma'am. താങ്ക് യു സോ മച്ച്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Thank you. Okay, ma'am. Thank you. Thank you. വെൽക്കം ഓൾ, വെൽക്കം. ഹാവ് എ നൈസ് ഡേ. ശുഭദിനം.